വയനാട്ടിൽ വീണ്ടും പുലി വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്നു. നെന്മിനി നമ്പ്യാർകുന്നിലാണ് ഇത്തവണ പുലിയുടെ ആക്രമണമുണ്ടായത്. രാത്രി പശുവിനെ ആക്രമിച്ച പുലി വീട്ടുകാർ ലൈറ്റിട്ടതോടെ ഓടി. പാറക്കൊഴുപ്പ് ദാമോദരന്റെ വീട്ടുമുറ്റത്തെ CCTVയിൽ പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആഷിഖ് ചെയ്യുന്നുണ്ട്. ആഷിഖ്, ഈ വന്യജീവി ആക്രമണങ്ങൾ കൂടുകയാണ്. എപ്പോഴായിരുന്നു ഈ ആക്രമണം ഉണ്ടായത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? അഞ്ജലി, ഇന്ന് രാത്രി 7:45 ഈ ഒരു ആക്രമണം ഉണ്ടായത്. നമ്പ്യാർകുന്ന് പാറക്കൊഴുപ്പ് സ്വദേശി ദാമോദരന്റെ വീട്ടിലാണ് ആദ്യഘട്ടത്തിൽ ഈ പുലി എത്തിയത്. തുടർന്ന് വീടിന് സമീപത്തുള്ള കല്ലൂർ മുക്കുപുര കൃഷ്ണന്റെ വീട്ടിലെ പശുവിനെയാണ് ആക്രമിച്ചിട്ടുള്ളത്. ഈ പശുവിനെ ആക്രമിക്കുന്ന സമയത്ത് മറ്റു പശുക്കൾ ശബ്ദമുണ്ടാക്കുകയും തുടർന്ന് ഈ വീട്ടുകാർ ശബ്ദം കേട്ട് ലൈറ്റ് ഇട്ടതിനെ തുടർന്ന് പുലി ഓടിപ്പോവുകയായിരുന്നു. ഇന്നലെ പുലർച്ചെ ഈ പ്രദേശത്ത് ഇതിന് സമീപത്ത് തന്നെ നമ്പ്യാർകുന്നിൽ മറ്റൊരു ആടിനെ ആക്രമിച്ചു കൊല്ലുകയും മറ്റൊരു ആടിനെ ആക്രമിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് വീണ്ടും ഇന്ന് രാത്രിയോടുകൂടി പുലി എത്തിയിട്ടുള്ളത്. വലിയ ഭീതിയിലാണ് നമ്പ്യാർകുന്ന് നിവാസികൾ. പ്രത്യേകിച്ച് ഈ പ്രദേശം എന്ന് പറയുന്നത് തമിഴ്നാടിനോട് അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ നിന്നാണോ ഇത്തരത്തിൽ പുലി വന്നത് എന്നൊരു കാര്യമാണ് സംശയിക്കുന്നത്. ഇവിടെ സ്ഥിരമായി പുലി എത്തുന്ന ഒരു പ്രദേശമാണ്. അത് ഇന്നലെ രാത്രി എത്തി ഇത്തരത്തിൽ ആടിനെ ആക്രമിക്കുന്നു. തുടർന്ന് വനപാലകരടക്കം പരിശോധന നടത്തുന്നതിന് പിന്നാലെയാണ് അതിന് സമീപത്തായി മറ്റൊരു സ്ഥലത്ത് ഈ പാറക്കൊഴുപ്പ് ദാമോദരന്റെ വീട്ടിൽ ഒരു 7:30 ഈ പുലി കടന്നു പോകുന്ന CCTV ദൃശ്യം പുറത്തു വരുന്നത്. അതിന് പിന്നാലെയാണ് 7:45 കല്ലൂർ മുക്കുപുര കൃഷ്ണന്റെ വീട്ടിലെ പശുവിനെ ഇത്തരത്തിൽ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. എന്തായാലും അവിടേക്ക് ഇപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരടക്കം എത്തി പരിശോധന നടത്തുന്നുണ്ട്. രാവിലെ തന്നെ എത്തി പരിശോധന നടത്തി ഇതിനെ കൃത്യമായി ക്യാമറ അടക്കം സ്ഥാപിച്ച് ഒരു പരിശോധന നടത്താൻ തീരുമാനിച്ചെങ്കിൽ പോലും രാത്രിയോടുകൂടി വീണ്ടും പുലി എത്തിയത് ഭീതിയിലാക്കിയിട്ടുണ്ട് പ്രദേശവാസികൾ. പ്രത്യേകിച്ച് ഈ തുടർച്ചയായി എത്തുകയും ഇന്ന് ആക്രമിച്ചു അതിന് പിന്നാലെ തന്നെ രാത്രി വീണ്ടും എത്തുന്നതാണ് കൂടുതൽ ആശങ്കയാക്കുന്നത്. എന്തായാലും കൂടടക്കം സ്ഥാപിച്ച് ഈ പുലിയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ വനവകുപ്പിന് ആരംഭിക്കാൻ നിർബന്ധമാകും. പ്രത്യേകിച്ച് ഇന്ന് വനവകുപ്പ് ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിൽ വലിയ പ്രതിഷേധം പ്രദേശവാസികളടക്കം ഉന്നയിച്ചു. എന്നാൽ തന്നെ നാളെ അടിയന്തരമായി കൂടടക്കം സ്ഥാപിച്ച് ഒരുപക്ഷെ പുലിയെ പിടികൂടാവുന്ന നടപടികളിലേക്ക് നാളെ അടക്കം വനവകുപ്പ് കടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പ്രദേശവാസികൾ, നമ്പ്യാർകുന്ന് നിവാസികൾ വയനാട്ടിൽ വീണ്ടും പുലി വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്നു. വിവരങ്ങൾ നൽകിയത് വയനാട്ടിൽ നിന്നും ആഷിഖാണ്.